റെഡ് കളറായി. വീഡിയോ എടുത്തോണ്ടിരിക്കുക. സ്വിച്ച് ഓൺ ആക്കിയില്ല. അതാ നമ്മുടെ ശാമിക മോള് ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഞാൻ അമ്മ അനാറ് പൊളിക്കുവാ കുഞ്ഞിന് കഴിക്കാൻ തരാൻ വേണ്ടിട്ട്. ആ തിന്നോ. ജ്യൂസോ? ജ്യൂസ് മതിയോ? അപ്പൊ ഇത് ചുമ്മാ കഴിക്കാൻ വേണ്ടതാ. കുറച്ചമ്മ പൊളിച്ചു വെച്ചിട്ടുണ്ട് കുഞ്ഞിന് തിന്നാൻ വേണ്ടിട്ട്. ജ്യൂസ് മതിയോ? ആ എന്നാ ജ്യൂസ് ആക്കി തരാം കേട്ടോ. അപ്പൊ ജ്യൂസ് ആക്കി തരാവേ. അപ്പോൾ ദാ നമ്മുടെ ശാമിക മോള് ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അനാർ ഇങ്ങനെ പൊളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ജ്യൂസ് ആക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ പൊളിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ജ്യൂസ് അടിക്കാം അല്ലേ? ജ്യൂസ് അടിച്ചാൽ കഴിക്കുമോ? അത് കഴിക്കാൻ പോവാണോ? എന്നിട്ട് കഴിക്കുവാണോ? ഓക്കെ, അത് കഴിച്ചു വന്നാ വാ കാണിച്ചേ. റെഡ് കളറായി, നല്ല റെഡ് കളറായി. വീഡിയോ എടുത്തോണ്ടിരിക്കുക. നല്ല റെഡ് കളറാ. കണ്ണാടിയിൽ കാണിച്ചു തരാം. നോക്ക്, കണ്ണാടി നോക്ക്, ഒന്നും കൂടെ കടിച്ചിട്ട് നോക്ക്, അപ്പൊ കാണാം. അപ്പൊ അത് എവിടെ കൊണ്ടുവന്ന് വയ്ക്ക്. അമ്മ പാത്രത്തിനകത്ത്. കുഞ്ഞനാറ, വലുതല്ല. ആ കടയിൽ ഇതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞിതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതാ ഇത് വാങ്ങിയത്. ജ്യൂസ് അടിക്കാനുള്ള നമ്മുടെ അനാറിതാ രണ്ടെണ്ണം എടുത്തതാട്ടോ. കുഞ്ഞിതായതുകൊണ്ട് ഇത്രയേ ഉള്ളേ. അപ്പോൾ നമുക്ക് ഈ ഒരെണ്ണം കൊണ്ട് നമ്മുടെ ശാമികയ്ക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അനാറിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതാ ഈ ഒരു കുഞ്ഞു ഗ്ലാസ്സിന് പാലും കൂടെ ഒഴിച്ച് കൊടുത്തേ. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയുടെ ആവശ്യമില്ല, എന്നാലും ഒരു ലേശം, ആ ഒരു സ്പൂണിന് ഒരു ലേശം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തേ. പിന്നെ ഇതാ ഒരു നല്ലൊരു മണത്തിനും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ലേശം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണെ. വാനില എസൻസ് ഒരു തുള്ളി എന്ന് പറയാം, അത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ. 1-2 തുള്ളി അത്രയേ ഉള്ളൂ കേട്ടോ, അധികം ഒന്നും ചേർക്കുന്നില്ലേ. എന്നിട്ട് നമുക്കിതാ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടിച്ചെടുക്കാം. സ്വിച്ച് ഓൺ ആക്കിയില്ല. നമുക്കിതിനി അരിച്ച് വേറെ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതാ ഈ ഗ്ലാസ്സിനകത്തേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ച് അരിച്ചെടുക്കാം കേട്ടോ. ശാമിക കാർട്ടൂൺ കാണുന്നതിൻ്റെ സൗണ്ട് ആയതുകൊണ്ട് ആണ് കേട്ടോ, ഭയങ്കര സൗണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ. അപ്പോൾ പിന്നെ ഞാൻ വോയിസ് കൊടുത്തൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ വോയിസ് പറയുന്നതാട്ടോ. അപ്പോൾ ഇതാ ഇതുപോലൊരു ചെറിയ അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ അരിപ്പയിൽ ഇങ്ങനെ അരിച്ചെടുത്തോണ്ടിരിക്കുവാണേ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു. ആ വനില എസൻസ് ഒക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു മണമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അനാർ ജ്യൂസൊക്കെ എനിക്ക് പച്ചയ്ക്ക് കഴിക്കുന്നതിൽ എനിക്കിഷ്ടം, ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് എനിക്കിഷ്ടമാണ് കുടിക്കാൻ. പിന്നെ എനിക്ക് അങ്ങനെ പൊതുവേ എനിക്ക് അനാറിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ എന്നാലും കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഷാമിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ ഒരു ഗ്ലാസ് നമ്മുടെ അനാർ ജ്യൂസ്, ഒരു ഗ്ലാസ് ഇല്ല, ഇത് വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഒരു ഗ്ലാസ് ഇല്ലാത്തത്. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു ഗ്ലാസ്സിനകത്ത് ഒഴിക്കുമ്പം ഒരു ശാമിക്ക് കുടിക്കാനുള്ള ഒരു ഗ്ലാസ്സിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുപ്പി ഗ്ലാസ്സിൽ നിന്ന് ഈ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് തന്നെ മാറ്റും കേട്ടോ. കാരണം കുപ്പി ഗ്ലാസ്സിൽ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ചിലപ്പം ഗ്ലാസ് കയ്യിൽ നിന്നെങ്ങാനും തെന്നി വീണ് പൊട്ടിപ്പോയെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ ആ കുഞ്ഞ് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. അതിനകത്തുനിന്ന് ഞാൻ തിരിച്ച് വീണ്ടും ആ ഗ്ലാസ്സിനകത്തേക്ക് മാറ്റി ഒഴിക്കുകയാണേ, കയ്യിൽ നിന്ന് തുളുമ്പി പോവല്ലോ എന്ന് വിചാരിച്ച് അത്ര ഒഴിച്ച് കൊണ്ട് കൊടുത്തിട്ട് വരാം. നമ്മൾ ശാമികൾക്ക് കൊണ്ട് കൊടുക്കാം. ഇന്ത്യയെ എന്നാ ജ്യൂസ് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ചുമ്മാ പറയല്ലേ. ശരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഓക്കെ, പുതിയ വീഡിയോയിലൂടെ നമുക്ക് ടാറ്റാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എന്താണ്, എല്ലാവരും കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ജ്യൂസ് വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.